പറയാനുള്ളത് ഏത് പൊന്നു തമ്പുരാന്റെ മുഖത്ത് നോക്കിയാണേലും ഞാൻ പറയും. മുരളി എന്ത് ഷോ കാണിച്ചതാ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് ജീവിക്കാൻ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്ന നിങ്ങളുടെ മോളുടെ കൂട്ടുകെട്ടിൽ നിന്ന് ഞങ്ങളുടെ കൊച്ചിനെ പിടിച്ചിറക്കിക്കൊണ്ട് പോന്നു. അതത്ര വലിയ മഹാ അപരാധമൊന്നും അല്ല ഹേ. സ്വന്തം മക്കളുടെ കണ്ണ് തെളിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന ഏത് രക്ഷിതാക്കളും അങ്ങനെ ചെയ്യൂ. അതിന്റെ പേരിൽ ഇവിടെ കയറി വന്ന് പ്രഹസനം കാണിച്ച് ആളാകാൻ നോക്കിയാ അതൊക്കെ കണ്ട് വാ പൂട്ടി ഓച്ചാനിച്ച് നിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ മുരളി, ഓരോരുത്തരുടെയും ചെമ്പ് തെളിഞ്ഞത്. അമ്മ ബഹളം വെക്കാതെ. വി പിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. എന്താ വി പി, കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഏയ് ഒന്നുമില്ല മുരളി, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്റെ മോളെ ചീത്തയാ. ദേ ഇവര് പറഞ്ഞതുപോലെ സ്വയം നാണം കെട്ടും ഞങ്ങളെ നാണം കെടുത്തി ജീവിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുക അവള്. അത് ഞങ്ങളുടെ വിധി, ഞങ്ങൾ അനുഭവിച്ചോളാം. അതിന്റെ പാപഭാരൊന്നും ഇവിടെ മറ്റാരും തലേ പേറണ്ട. അതിന് ഞാൻ അവസരം ഒരുക്കുകയില്ല. അത് വെറുതെ പറഞ്ഞുകൊണ്ടായില്ലല്ലോ വി പി. അപ്പുവുമായി മാളുവിനെ അടുക്കുന്നത് ഞങ്ങൾക്കാർക്കും ഇഷ്ടമല്ല. അത് അറിഞ്ഞു വെച്ചിട്ടും അപ്പു എന്തിനാ പിന്നെ അവളെ? മോളെ പറഞ്ഞ് വിലക്കേണ്ടതിന് പകരം ഇവിടെ വന്ന് ഞങ്ങളോട് ഷോ കാണിക്കുന്നതല്ല മര്യാദ. മാളുവിനെ അപ്പു ബലം പ്രയോഗിച്ച് വിളിച്ചു കയറ്റിയൊന്നുമല്ല. അവൾ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാ അവിടെ. ഞാൻ പറഞ്ഞ സത്യമാണെന്ന് മാളുവിനെ വിളിച്ച് ചോദിച്ചു നോക്കണം. അങ്കിളെന്നും ആന്റിയെന്നും വിളിച്ചവൾ വന്നപ്പോ ആട്ടിയിറക്കാൻ മനസ്സ് തോന്നിയില്ല. അവൾ ഞങ്ങളെ കൂടി മോളാന്ന് വിചാരിച്ചു പോയി. പക്ഷെ ആ തെറ്റിദ്ധാരണ ഞാൻ തിരുത്തുക മുരളി. ഇനി ആ ഒരു അവകാശവും സ്വാതന്ത്ര്യവും ഞങ്ങൾ അവളോട് കാണിക്കില്ല. മാളു ഞങ്ങൾക്കിനി വെറും അയൽവക്കത്തെ കുട്ടിയാ. ഓ, അങ്ങനെ ഒരു അയൽവക്ക സ്നേഹം ഇല്ലാതിരിക്കുന്നതാ നല്ലത്. ശരി, അതും അംഗീകരിക്കുന്നു. ദാ നിങ്ങളുടെ മുറ്റത്ത് വന്നു നിന്ന് ഞാൻ ഉറപ്പ് തരുന്നു, ഇനി മേലിൽ എൻ്റെ മോളെ കൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ മോൾക്കോ ഒരു ശല്യം ഉണ്ടാവില്ല. നിങ്ങളെ കൺവട്ടത്ത് പോലും അവൾ വരാതെ ഞാൻ നോക്കിക്കോളാം. അവള് കാരണം നിങ്ങളുടെ മോളുടെ പഠിപ്പോ കല്യാണമോ ഒന്നും മുടങ്ങില്ല. ഞാൻ ഗ്യാരണ്ടി. അവളെ ഇനി കാണുക പോലുമില്ല ആരും. അവളെ പേടിച്ച് നിങ്ങളാരും ഇവിടം വിറ്റുപെറുക്കി എങ്ങോട്ടും പോവും വേണ്ട. പക്ഷേ ഒരുറപ്പെനിക്ക് വേണം. അവളെയോ ഞങ്ങളെയോ അന്വേഷിച്ച് ഇവിടെ നിന്ന് ആരും ഇനി അങ്ങോട്ട് കണ്ടുപോരുത്. വരരുത്, ആരും വരരുത്. സന്തോഷം. ഇവിടുന്ന് ഒരു പൂച്ചപ്പൂട പോലും നിങ്ങളെ അന്വേഷിച്ച് അങ്ങോട്ട് വരില്ല. പോരെ, ഞങ്ങൾ ഇവിടെ ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ വി പി സാറേ. ജീവിച്ചോ, സന്തോഷത്തോടെയും സമാധാനത്തോടെയും സുഖമായി ജീവിച്ചോ. ജീവിതമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ഓട്ടെ മുരളി. അയാളീ പറഞ്ഞിട്ട് പോയതൊന്നും നിങ്ങൾ നമ്പണ്ട. അഥവാ അയാളെ നമ്പിയാലും അയാളുടെ മോളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിച്ചേക്കരുത്. തരം കിട്ടി അവള് വേലി ചാടി ഇവിടെ വരും, നോക്കിക്കോ. വീപ്പേട്ടന്റെ മട്ടുഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു മുരളിയേട്ടാ. എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ട. എന്താ വി പി?
എന്താ ഗേറ്റ് ഇങ്ങനെ പ്രത്യേകം പൂട്ടിട്ട് പൂട്ടുന്നേ? വേണം, കാര്യമുണ്ട്. ഇങ്ങനെ പൂട്ടിയാലേ സേഫ് ആവൂ. ഇപ്പൊ നോക്ക്, ആര് വിചാരിച്ചാലും തുറക്കാൻ പറ്റില്ല. ആർക്കും പുറത്തോട്ട് ഇറങ്ങാനും അകത്തോട്ട് കയറാനും പറ്റില്ല. ആ വാ വാ, അകത്തോട്ട് കയറ വാ. ഗീത, തന്റെ ഫോൺ ഇങ്ങെടുക്ക്. എന്തിനാ? ഇങ്ങോട്ട് എടുക്ക്. പറയാം. അത് സ്വിച്ച് ഓഫ് ചെയ്യേ. അപ്പൂൻ്റെ ഫോൺ ഞാൻ നേരത്തെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഫോണ് ഞാൻ ഡ്രോയറിൽ വെച്ച് പൂട്ടാം. അപ്പൊ ആര് വിളിച്ചാലും കിട്ടില്ല. VP, ഇതെന്താ പറ്റിയത്? ആരെയാ ഇങ്ങനെ പേടിക്കുന്നേ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? പതുക്കെ. അപ്പൊ കേക്കും. തരം കിട്ടിയ അവള് മുറിയും ചാടി പുറത്തു പോവും. മാളൂനെ വിളിച്ചോണ്ട് അന്നത്തെ കൂട്ട് എവിടെയെങ്കിലും പോയാ നമ്മൾ എന്ത് ചെയ്യും? മുരളിയോടും അച്യുതയോടും നമ്മൾ എന്ത് സമാധാനം പറയും? രാത്രിയിൽ താൻ നേരത്തെ കിടന്നു വഹിക്കോ, ഞാൻ പുറത്ത് കാവലിരുന്നോളാം. അപ്പു ചാടി പോകുന്നുണ്ടോന്ന് നോക്കണം. നമ്മുടെ കണ്ണുവെട്ടിച്ച് അവൾ എവിടെയും പോരുത്. പോയ കുഴപ്പാക്കിയതാ. ആരെന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടണ്ട. അതിനാ ഞാൻ ഫോണെല്ലാം ഓഫ് ചെയ്ത് വെച്ചത്. ചോദിച്ച് മടുക്കുമ്പോൾ പിന്നെ ആരും ഒന്നും ചോദിക്കാതെയാവും. പതുക്കെ എല്ലാവരും നമ്മുടെ കാര്യം മറന്നോളും. അങ്ങനെ രക്ഷപ്പെടാനേ ഇനി വഴിയുള്ളൂ. ഞാനിത് കൊണ്ടുപോയി വെച്ചിട്ട് വരാം. ആര് വന്നാലും എൻ്റെ അടുത്ത് ചോദിക്കാതെ ഗേറ്റ് തുറക്കരുത് കേട്ടോ. ആ